രുദ്ര, ഈ ചർച്ച നിരുപാധികം ഞാൻ ഇരയ്ക്ക് സമർപ്പിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലുള്ള കുറെ സംശയങ്ങൾ ഇപ്പോൾ അതിന്റെ ഭാഗമായി തെളിവെടുപ്പ് അന്വേഷണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണാനില്ല, പോലീസ് തിരക്കി നടക്കുന്നു. ഈ കുറെ നാളുകളായി എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് നേരത്തെ പരാതി കൊടുത്തില്ല. ഇപ്പൊ പരാതി കൊടുത്തു. പരാതി കൊടുത്തതിന് ശേഷം ചോദിച്ചു എന്തുകൊണ്ട് വൈകി എന്ന് ചോദിച്ചു. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു സൈബർ ലിഞ്ചിങ്, സൈബർ ബുള്ളിയിങ് ആണ് ഈ അതിജീവിതം നേരിടുന്നത്. അപ്പോൾ മെനങ്ങാന്ന് ആൻസിപ്പേറ്ററി ബെയിലിനകത്ത് കൊടുത്തിരുന്ന ക്ലോസിൽ, 5ാമത്തെ ക്ലോസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ജനൻ ടിവിയുടെ സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിൽ അതിജീവിത പരാതി കൊടുത്തത്, അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ തുടരാൻ സാധിക്കില്ല, അതിനുള്ള തെളിവുകൾ ഹിയറിംഗിന്റെ സമയത്ത് കോടതിയിൽ ഹാജരാക്കാമെന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്. ആരായിരിക്കും ഇത്തരത്തിൽ പെട്ടെന്നൊരു സമ്മർദ്ദം ചെലുത്താനുള്ള കാരണം? ജനൻ ടി വി ആയിരിക്കുമോ? എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ ചർച്ച കെബിൻ അതിജീവിതയ്ക്ക് സമർപ്പിച്ചതുപോലെ ഞാൻ ഈ ചർച്ച 20-നും 30-നും വയസ്സിനിടയിൽ പ്രായമുള്ള കേരളത്തിലെ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾക്ക് സമർപ്പിക്കുകയാണ്. കാരണം പല പെൺകുട്ടികളും ഇന്ന് സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയാണ്. വിവാഹം കഴിച്ച് ഡിവോഴ്സായി ഭർത്താവുമായി മാറി നിൽക്കുന്ന പല പെൺകുട്ടികളും ഇന്ന് സംശയത്തിന്റെ മുൾമുനയിൽ അർത്ഥം വെച്ച സംസാരങ്ങളും നേരിടുകയാണ്. കാരണം നമ്മുടെ നിയമം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സ്ത്രീകൾക്കുള്ള പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് പറയുന്ന ചില നിയമവശങ്ങളുടെ പിന്നാമ്പുറത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു സീനിയർ ജേർണലിസ്റ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏഷ്യാനെറ്റിൽ ജോലിയുള്ള ഒരു 24 വയസ്സുകാരി പെൺകുട്ടിയുടെ കാര്യം കൂടി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഏഷ്യാനെറ്റിൽ ജോലിയുള്ള 21-നും 30-നും വയസ്സിനിടയിൽ പ്രായമുള്ള പെൺകുട്ടികളും സംശയത്തിന്റെ നിഴലിലേക്ക് പോകുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ ഇത്തരം കുത്തുവാക്കുകളും അർത്ഥം വെച്ച നോട്ടങ്ങളും ചില കമന്റുകളും കേൾക്കേണ്ടി വരുന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഈ നാട്ടിലുണ്ട്. ഇവർക്കും ഒപ്പം തന്നെ സംശുദ്ധ രാഷ്ട്രീയം നയിക്കുന്ന കോൺഗ്രസിലെയും CPM-ലെയും BJP-യിലെയും നേതാക്കന്മാർക്കും ഞാനിത് സമർപ്പിക്കാനാണ് കെബിനെ ആഗ്രഹിക്കുന്നത്. പിന്നെ അതിജീവിത ആരുടെ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാവുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, ഓഡിയോ ക്ലിപ്പുകൾ ആദ്യം റിപ്പോർട്ടർ TV പുറത്തുവിട്ടു. നാട്ടിലെ പ്രമുഖനായ ഒരു ചെറുപ്പക്കാരൻ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന, വളരെ വേഗം രാഷ്ട്രീയത്തിൽ മുൻനിരയിലേക്ക് വന്ന, നല്ല പ്രാസംഗികനായ, നല്ല ഡിബേറ്ററായ, ജനപ്രീതിയോടുകൂടി പാലക്കാട് പോലെ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ പത്തനംതിട്ടയിൽ നിന്ന് പോയി വിജയിച്ചു വന്ന, കാര്യമോ കാരണമോ എന്തോ ആയിക്കോട്ടെ, ആരുടെയോ നോമിനി ആകട്ടെ, അയാൾ വിജയിച്ചു. 4 ലക്ഷത്തിൽ പല വോട്ടുകൾക്ക് അയാൾ വിജയിച്ചു. വലിയ പൊളിറ്റിക്കൽ മത്സരം നടന്ന ഒരു മണ്ഡലത്തിൽ അയാൾ വിജയിച്ചു. അങ്ങനെ വന്നൊരു യുവ MLA-ക്കെതിരെ കേരളത്തിലെ പ്രമുഖമായ ഒരു മാധ്യമം റിപ്പോർട്ടർ TV കുറെ ഓഡിയോ ക്ലിപ്പുകളും വാട്സപ്പ് സ്റ്റാറ്റസുകളും പുറത്തുവിടും. മാസങ്ങൾക്കിപ്പുറം ഇത് തന്നെ ന്യൂസ് മലയാളം 24 എന്ന് പറയുന്ന മറ്റൊരു പ്രമുഖ ചാനലും കൂടി പുറത്തുവിടും, ഇതിന്റെ ബാക്കി പത്രം എന്ന നിലയിൽ. അപ്പോഴൊക്കെ ഇവിടുത്തെ സമൂഹം ചിന്തിച്ചത്, ഞാനടക്കം അല്ലെങ്കിൽ കെവിൻ അടക്കമുള്ള ആളുകൾ ചിന്തിച്ചത്, ഈ പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് ഈ പെൺകുട്ടി ഒരു മാധ്യമ പ്രവർത്തകയാണ് എന്ന് തുടക്കം മുതലേ പറഞ്ഞിരുന്നു. ഈ റിപ്പോർട്ടർ TV മാനേജ്മെന്റിനും അല്ലെങ്കിൽ ന്യൂസ് മലയാളം 24-ന്റെ മാനേജ്മെന്റിനും കൈമാറിയ ദൃശ്യങ്ങളും വാട്സപ്പ് ചാറ്റുകളും ഓഡിയോ കോളുകളുമായിരുന്നു ഇവയെന്നാണ് എല്ലാവരും വിശ്വസിച്ചത്. പക്ഷെ പെൺകുട്ടി മാസങ്ങൾക്കിപ്പുറം പരാതി കൊടുക്കാൻ നിർബന്ധിതരാകുകയാണ്. ഈ പരാതി കൊടുക്കാൻ നിർബന്ധിതനായതിന്റെ കാരണം കെബിൻ എന്നോട് ചോദിക്കുന്നു, ജനം TV ആണോ കാരണമെന്ന്. എനിക്കറിയില്ല എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് കാരണം ഈ ഓഡിയോ ക്ലിപ്പുകളും വാട്സപ്പ് ചാറ്റുകളും പുറത്തുവിട്ട മാധ്യമവും അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്ത ഈ ലോകവുമാണ്. ഒരു കാരണവശാലും മാധ്യമ പ്രവർത്തകരായിരിക്കുന്ന എല്ലാവർക്കും അറിയാം ആരാണ് ഈ അതിജീവിത, ആരാണ് ഈ പരാതിക്കാരി എന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയും ആ കുട്ടിയുടെ സ്വകാര്യമായുണ്ടായ, അല്ലെങ്കിൽ അയാളും ആ കുട്ടിയുമായിട്ടുണ്ടായിരുന്ന സ്വകാര്യമായ കഥകൾ, ചാറ്റുകൾ, സ്ക്രീൻഷോട്ടുകൾ പുറത്തു വരുമ്പോൾ ആ പെൺകുട്ടിക്ക് മറ്റൊരു നിവൃത്തിയില്ലാതെ പരാതി കൊടുക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പരാതിക്ക് ശേഷം പെൺകുട്ടി ഈ 2 മാധ്യമങ്ങൾക്കുമെതിരെ കൊടുത്ത പരാതിയെ തുടർന്നാണ്. അങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ആ പെൺകുട്ടിയുടെ സമ്മതത്തോടെ അല്ല ഈ ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും പുറത്തുവിട്ടത്. അതായത് കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി പരാതി കൊടുക്കുന്നത് വരെ ആ പെൺകുട്ടിക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയുമില്ല. അവർ 2 പേരും ഒരുമിച്ചെടുത്ത തീരുമാനം, അവർ 2 പേരും സ്വകാര്യമായി അവർ നടപ്പിലാക്കിയതാണ്. അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് 2 ചാനലുകൾ കടന്നു കയറി. അതിന്റെ ഉദ്ദേശം എന്താ? മാധ്യമ പ്രവർത്തകരുടെ ജീവിതം സംരക്ഷിക്കലാണോ? സത്യമായി പറയണം, ഈ കെബിന്റെ പ്രശ്നം എനിക്കറിയാം. കെബിൻ ഇപ്പൊ മനസ്സ് വിചാരിക്കുന്ന അതിജീവികൾക്ക് എതിരായി പോകുന്നുള്ളൂ. അത് മാറ്റി നിർത്തു. ഞാൻ രാഹുൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് ആർജവത്തോടെ പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു. അതവിടെ മാറ്റി നിർത്തു. എന്താണ് ഇതിന്റെ കാരണം? ആ മാധ്യമ പ്രവർത്തകയുടെ ജീവിതത്തിലുണ്ടായ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടായ കഷ്ടപ്പാടിൽ കൂടെ നിൽക്കണമെന്ന ചിന്തയാണോ ന്യൂസ് മലയാളം മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നത്? അതിന്റെ ഇടയ്ക്ക് തന്നെ കൃത്യമായി പറഞ്ഞാൽ ഇതൊരു ബാർക്ക് റേറ്റ് യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മത്സര ബുദ്ധിയോട് ബാർക്ക് റേറ്റ് യുദ്ധത്തിന്റെ മാത്രമൊന്നുമല്ല. ഇവര് കൃത്യമായി ആർക്ക് വേണ്ടി പണിയെടുക്കുന്നു?
കൃത്യമായി ഇവര് പ്രോപ്പർ ജേർണലിസം ആണോ ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ് ഇവർ? അല്ല, രണ്ട് CPM-ന്റെ ചാനലായിട്ട് CPM-ന്റെ നാവായി പ്രവർത്തിക്കുന്ന രണ്ട് ചാനൽ. അപ്പൊ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന CPM-ന് എപ്പോഴും വെല്ലുവിളി ഉയർത്തുന്ന ഒരു നേതാവിനെ തകർക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ ജനപ്രീതി തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോയി. ഇവരാരും വിചാരിച്ചില്ല. അവിടെ ഒരു സംശയമുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ ഈ ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും പുറത്തേക്ക് വന്നപ്പോൾ ഈ ന്യൂസ് മലയാളത്തിലെ മാധ്യമപ്രവർത്തകയും മറ്റ് മാധ്യമപ്രവർത്തകയും പണ്ട് ചെയ്തിരുന്ന റീലുകൾ വെച്ച് CPM-ന്റെ സൈബർ ബുള്ളിങ് വലിയ രീതിയിലായിരുന്നു. അതിനുശേഷം അത് പിന്നീട് CPM-ന്റെ സൈബർ ബുള്ളിങ് അല്ല, CPM അക്കൗണ്ടുകൾ ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് അതെ, അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഇന്നലെ മെനങ്ങാന്ന് പക്ഷെ CPM അത്തരത്തിലല്ല കൈകാര്യം ചെയ്തത്. അതിനു മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ പാലക്കാട് കാല് കുത്തിക്കില്ല എന്ന് BJP പറഞ്ഞപ്പോഴും MV ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അത്തരത്തിലല്ല. അതായത് രാഹുലിനെ ഇവിടെ ആരും തടയില്ല. അപ്പോൾ അത്തരത്തിലൊരു മയപ്പെടുത്തൽ തടഞ്ഞു. അതായത് അവർ വാക്കിന് പാർട്ടിക്കുള്ളിൽ പോലും വിലയില്ല. അല്ല, ഒരു പാർട്ടിയുടെ വക്താവ് എന്ന നിലയിൽ പാർട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന പാർട്ടി സെക്രട്ടറി ആണല്ലോ. അദ്ദേഹം പറയുന്ന ഒരു കാര്യം അതിലൊരു മയപ്പെടുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ CPM-ന്റെ നാവായി ഇവർക്ക് ഇത്രത്തോളം പ്രവർത്തിക്കാൻ ഈ രണ്ട് ചാനലുകൾക്കും പ്രചോദനം എവിടെ നിന്നാണെന്നുള്ളതാണ് എന്റെ ഒരു സംശയം. അല്ല, അതൊക്കെ അവിടുത്തെ മാർക്കറ്റിംഗ് ടീമിനോട് ചോദിച്ചാൽ മതി, പറഞ്ഞു അവർക്ക്. അല്ലെങ്കിൽ ഈ സർക്കാർ ഇറങ്ങി പോകുമ്പോൾ ഒരു വിവരാവശ്യം വെച്ച് നോക്കും, PR-ന്റെ പണിക്ക് വേണ്ടി എത്ര രൂപ സർക്കാർ ഖജനാവിൽ ഇവർക്ക് പോയിട്ടുണ്ട്, അല്ലാതെ പോയിട്ടുണ്ടെന്ന് അന്വേഷണം നടത്തി നോക്കി അതൊക്കെ മനസ്സിലാവും. അതോടെ കിട്ടാൻ നമ്മുടെ വിഷയമേ അല്ല. നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, പെൺകുട്ടിക്ക് പരാതിയില്ലായിരുന്നു, മാധ്യമങ്ങൾ ഈ വാർത്ത കൊണ്ടുവന്നു. എന്തിന്? രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ ജനപ്രീതി അറിയാം. ഇവിടെ മാധ്യമങ്ങളും ഇത് ചെയ്യിപ്പിച്ചവന്മാരും വിചാരിച്ച എന്താ, രാഹുലിനെ പാർട്ടി സംരക്ഷിക്കും എന്നൊരു ചിന്ത. പക്ഷെ പാർട്ടി VD സതീശനും പാർട്ടിയും അതെല്ലാവരും, രമേശ് ചെന്നിത്തലയും VD സതീശനും നമ്മുടെ KC വേണുഗോപാലും അടക്കമുള്ള പാർട്ടിയുടെ കേരളത്തിലെ നേതൃത്വം ഒറ്റ വാക്കിൽ പറഞ്ഞു, അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാം. MLA സാർ രാജി എഴുതി പഠിക്കാനൊന്നും അവരെ കൊണ്ട് പറ്റില്ല. മന്ത്രിയാണെങ്കിൽ രാജി എഴുതി പഠിക്കാം, MLA ആണെങ്കിൽ അയാൾ തന്നെ വിചാരിക്കണം. പിന്നീട് അങ്ങോട്ട് രാഹുൽ അനൌദ്യോഗികമായ പരിപാടികളിൽ പങ്കെടുക്കാൻ തുടങ്ങി, കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. വീണ്ടും ന്യൂസ് മലയാളം 24 എന്ന് പറയുന്ന ചാനൽ ആ പെൺകുട്ടിയുടെ ഓഡിയോ ക്ലിപ്പുകളും ഈ പറയപ്പെടുന്ന സ്ക്രീൻഷോട്ടുകളും പുറത്തുവിടുന്നു. പെൺകുട്ടി പരാതി കൊടുക്കാൻ നിർബന്ധിതയാകുന്നു. ഇത് ഈ കഥയുടെ ഒരു വെർഷൻ. ഇനി രണ്ടാമതൊരു വെർഷൻ. എന്താണ് രണ്ടാമത്തെ വെർഷൻ? അതായത് ഈ പെൺകുട്ടി ചാറ്റുകൾ പുറത്തു വിടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നൊരു വക്കീൽ ചോദ്യം ഉന്നയിക്കാം, അല്ല എന്തുകൊണ്ട് ഈ പെൺകുട്ടി ചാനലുകളുടെ ഈ ചാറ്റും അതേപോലെ തന്നെ ഓഡിയോ ക്ലിപ്പുകളും പുറത്തുവിട്ടു? ആദ്യം പറഞ്ഞൊരു വെർഷൻ ഉണ്ട്, കൂടെയുള്ള സഹപ്രവർത്തകരോ കൂട്ടുകാരോ അല്ലെങ്കിൽ വിലക്ക് വാങ്ങിയതോ ആകാം. രണ്ടാമത്തെ കാര്യം, ഈ ചാറ്റുകൾ അല്ലെങ്കിൽ ഈ തെളിവുകളെല്ലാം വെച്ച് പോലീസിൽ പരാതി നൽകി ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് FIR രജിസ്റ്റർ ചെയ്യാത്തത്. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് കൊടുക്കുന്നത് വഴി അവിടെ ഒരു നിയമോപദേശം ലഭിച്ചു കാണും. ഇങ്ങനെ വിശദീകരിക്കാൻ കോടതിയിൽ ഫൈറ്റ് തുടങ്ങുന്ന സമയത്ത് പരാതി കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്ത് ചിന്ത ഉണ്ടാവും, ഇവിടുത്തെ ജുഡീഷ്യറി കൈകാര്യം ചെയ്യുന്ന ഇവിടുത്തെ മാധ്യമങ്ങളാണോ? അല്ല, ഒരു ചോദ്യം അവിടെ ഉണ്ടാവും കോടതി. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്റെ അറിവോടും സമ്മതത്തോടും അല്ല ഈ ഓഡിയോ ക്ലിപ്പുകളും സന്ദേശങ്ങളും പുറത്തുവിട്ടത് എന്ന് റിപ്പോർട്ട്. അല്ല, അവിടെയും ഒരു ക്ലിയർ സ്റ്റേറ്റ്മെന്റ് നൽകാൻ പറ്റില്ല. ജുഡീഷ്യറിയുടെ മുകളിൽ ഒരു ക്ലൗഡ് സൃഷ്ടിക്കാൻ മാത്രമേ കഴിയൂ. അല്ല, സ്വാഭാവികമായിട്ടും അവർ അങ്ങനെ ഒരു പരാതി കൊടുക്കുന്നു. അവിടെ ചിലപ്പോൾ ഞങ്ങൾ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട്, എന്റെ അനുഭവത്തോടെ അല്ല എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലേക്ക് ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ ലീഗൽ വിങ്ങും കൃത്യമായി അവിടെ മൂവ് ചെയ്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ സ്വാഭാവികമായും ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങൾ വലുതാണ്. ഇനി അടുത്തൊരു സംശയം ഞാൻ മുന്നോട്ട് വെക്കട്ടെ. പെൺകുട്ടി മാധ്യമ പ്രവർത്തകയാണല്ലോ, കേരളത്തിലെ എണ്ണം പറഞ്ഞ പൊളിറ്റിക്കൽ ചായ്വുള്ള, ഞാൻ ചാനലിന്റെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, എണ്ണം പറഞ്ഞ ചാനലുകളിൽ ഒന്നായ പൊളിറ്റിക്കൽ ചായ്വ് കൃത്യമായുള്ള കോൺഗ്രസിനെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുന്നവർ ഭരിക്കുന്ന ഒരു ചാനലിലെ മാധ്യമ പ്രവർത്തകയ്ക്ക് അവളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു വിഷയം പുറം ലോകത്തെ അറിയിക്കാൻ എന്തിനാ പെൺകുട്ടി റിപ്പോർട്ടർ TVയും News 24 മലയാളത്തിൽ അതൊരു ചോദ്യചിഹ്നം. കെവിൻ ഒരു വിഷയം വരികയാണ്. കെവിൻ ആദ്യം ചെയ്യുന്നത് എവിടെയാ? നേഷൻ ഫസ്റ്റിലായിരിക്കും. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക്, നമ്മുടെ എന്റർടൈൻമെന്റ് ചാനലിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ഇവിടുത്തെ ഓണാവകാശം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ബസ്സിൽ വെച്ച് ഒരാളുടെ അപമര്യാദ കുട്ടിയോട് പെരുമാറി. ആ കുട്ടി അത് റീൽ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയും അത് ഏതാണ്ട് 50 മില്യൺ അപ്പുറം ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി ആദ്യത്തെ വീഡിയോ ചെയ്യുന്ന ആ പെൺകുട്ടി വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിലാണ്. പിന്നീടാണ് മറ്റു മാധ്യമങ്ങൾ, മനോരമ അടക്കമുള്ള മറ്റു മാധ്യമങ്ങൾ ആ വാർത്ത ഏറ്റുപിടിച്ചത്. അപ്പോ അത്രയും വലിയൊരു പ്ലാറ്റ്ഫോം. അല്ല, അവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആന്റിസിപ്പേറ്ററി പേരിന് വേണ്ടി ഹാജരായത് ഒരു RSS വക്കീലാണെന്നുള്ള പ്രചരണം. അല്ല, വക്കീലുമാരെ സംബന്ധിച്ച് അവരുടെ ജോലിയാണ്. എന്താ കെവിനെ, പണ്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയത്ത് എനിക്കൊരു കേസുമായി ബന്ധപ്പെട്ട് എന്റെ പാസ്പോർട്ട് റിലീസ് കിട്ടാൻ വേണ്ടി ഞാൻ അവിടുത്തെ CPM-ന്റെ ഏറ്റവും വലിയ വക്കീലിലാണ്. അത് കാര്യം സാധിക്കാൻ കഴിവുള്ളവന്റെ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അതിനകത്ത് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ പല കേസുകളും നമ്മൾ നോക്കിയിരിക്കണം. വക്കീലന്മാര് രാഷ്ട്രീയം നോക്കിയിട്ട് രാഷ്ട്രീയം നോക്കിയിരുന്ന കേസൊന്നും കിട്ടില്ല. ഇത്രയും പ്രമാദമായ ഒരു കേസ് വരുമ്പോൾ എടുത്തു വെച്ച ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്തങ്ങ് വലിയ അർത്ഥങ്ങളൊന്നുമില്ല, വെറുതെ പറയാൻ വേണ്ടി പറയാം. പക്ഷെ എന്റെ ചോദ്യം ഇവിടെ ഉണ്ടാവുകയാണ്, ഒരു പ്രമുഖ ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക്
ആ ചാനലിൽ എന്തുകൊണ്ട് ഈ വിവരങ്ങൾ കൊടുത്തു? അപ്പൊ പെൺകുട്ടി ചതിക്കപ്പെട്ടു. ഇതിന്റെ യഥാർത്ഥ സത്യം അതാണ്. പെൺകുട്ടിയെ കൂടെ ഉണ്ടായിരുന്ന ആരോ ചതിച്ചു. ഇവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും മാധ്യമങ്ങൾക്ക് മറിച്ചു കൊടുത്തു. അത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല. പണത്തിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ ആ മറിച്ചു കൊടുക്കുന്ന ആളുടെ ബെറ്റർ കരിയറിന് വേണ്ടിയാകാം. കാരണം ചില പ്രമുഖന്മാരാണല്ലോ. ഇവർക്ക് മറിച്ചു കൊടുത്തിരിക്കുന്നു. പെൺകുട്ടി ചതിക്കപ്പെട്ടു. പെൺകുട്ടിക്ക് പിന്നെ പരാതി കൊടുക്കുകയല്ല. അവിടെ എന്റെ ഒരു സംശയം, പ്രധാനമായും ഇന്ത്യയിൽ നിന്നും ഭാരതത്തിൽ നിന്നും കോൺഗ്രസിനെ തുടച്ചു നിൽക്കുന്ന ചാനൽ ഇത്തരം ഒരു വിഷയം അറിയാവുന്നില്ല. ഈ പെൺകുട്ടി ഉൾപ്പെടെ ഈ വാർത്ത, ഈ രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വായിക്കുന്നതാണ്. ഈ ചാനൽ എന്തുകൊണ്ട് ഇതിനെ അഡ്രസ് ചെയ്യുന്നത്? ഒരു പക്ഷേ അതിനകത്ത് ഞാൻ കാര്യം പറയാം, അവർക്ക് ഇച്ചിരി വിവരവും ബുദ്ധി ഉള്ളതുകൊണ്ടായിരിക്കും ഇത് ചെയ്യാനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, പെൺകുട്ടിക്ക് പരാതി ഇല്ലെങ്കിൽ അത് നിർബന്ധിച്ച് ഇത് ചെയ്യുന്നത് എത്തിക്സിനെതിരാണ് എന്ന്. ഒരു പക്ഷേ അതിനകത്ത് എത്തിക്സ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എത്തിക്സ് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എത്തിക്സ് ഉള്ള ഏതെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കാം. അയാൾ ഉപദേശിച്ചിട്ടുണ്ടാവും അത് വേണ്ട, വിട്ടേക്കൂ എന്ന്. അവരുടെ സ്വകാര്യ ജീവിതമാണ്, അതങ്ങനെ വിട്ടേക്കൂ എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. അതായിരിക്കാം. രാഹുൽ സീൽ ചെയ്ത കവറിൽ 9 തെളിവുകൾ കൊടുത്തു. അതിൽ പറയുന്നത് ഒരു ചാനൽ മേധാവിയുമായി ഈ അതിജീവിതം നടത്തിയ സീൽ ചെയ്ത കവറിൽ എന്താണെന്ന് രാഹുലിനും കോടതിക്ക് അറിയാം. കെവിൻ എങ്ങനെ അതല്ല മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. മാധ്യമങ്ങളിൽ വന്ന വാർത്ത എടുത്തു വെച്ച് നമുക്ക് പഠിക്കാം. മാധ്യമങ്ങളിൽ വന്ന വാർത്ത, അതായത് കോടതി റിപ്പോർട്ട് ചെയ്യുന്ന ഇവിടെ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ ഏഷ്യാനെറ്റിലും 24ലും ആദ്യത്തെ 5 പ്രമുഖ എണ്ണം പറഞ്ഞ ചാനലുകളിൽ ഒന്നാണ്. സീൽ ചെയ്ത കവറിൽ ഒരു മാധ്യമ തലവനുമായി നടത്തിയ സംഭാഷണം സീൽ ചെയ്ത് പെൻഡ്രൈവിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. അത് ചർച്ച ചെയ്യുന്നില്ല. കാരണം എന്താ, ആ മാധ്യമ തലവനുമായി ബന്ധപ്പെട്ട ചാനലുമായി ബന്ധപ്പെട്ട ഒരു വിവാദം വന്ന ദിവസമാണ് ഈ ഓഡിയോ ക്ലിപ്പ് വന്ന് വീണ്ടും രണ്ടാമത്തെ ഓഡിയോ തുറന്നു പറയുന്ന വിഷയമില്ല. അതായത് റിപ്പോർട്ടർ ടിവിയും 24മായി നടക്കുന്ന ഒരു യുദ്ധത്തിനിടയിൽ ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ 100 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് ആ റിപ്പോർട്ടർ തലവൻ അല്ലെങ്കിൽ ആ ചാനൽ തലവൻ ആരാണെന്ന് പരസ്യമായ രഹസ്യമാണ്. അത് ശ്രീകണ്ഠനാര് പേര് പറഞ്ഞാലും ഇല്ലെങ്കിലും ഇത്തരത്തിൽ ആന്റോ അഗസ്റ്റിനിലേക്കാണ് അത് ചെന്നെത്തിക്കുന്നത്. ഒരാഴ്ച മുമ്പ് അദ്ദേഹം തുന്നി കൊടുത്തിരുന്നു. രണ്ടുപേര് തമ്മിൽ നടന്ന ഉഭയസമ്മതി പ്രകാരമുണ്ടായ ഒരു രതിവേർച്ച, അങ്ങനെ തന്നെ അതിന് പറയാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു ഗർഭം. ആ ഗർഭത്തിന് ഇവർ രണ്ടുപേരും ചേർന്ന് അതിനെ അബോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായിട്ട് നിർബന്ധിച്ചിട്ടുണ്ടാകാം, അവസാനം സമ്മതിച്ചിട്ടുണ്ടാകാം. ഗുളിക കലക്കി അണ്ണാക്കി ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. ഗുളിക തനിയെ കുട്ടി കഴിച്ചു. അതല്ല, നിർബന്ധിക്കാനുള്ള ഫോൺ സംഭാഷണങ്ങൾ അല്ല, അതിന് സാങ്കേതിക ധാർമ്മികതയിലേക്ക് പോയി നമ്മൾ ചർച്ച വഴി മറ്റൊരു സംശയം ഞാൻ ചോദിക്കണം. കെവിന് ഞാൻ നാളെ രാവിലെ ഒരു ടാബ്ലറ്റ് കൊണ്ട് തന്നിട്ട് കെവിനെ അപ്പുറത്ത് മാറിയതിന്റെ വീഡിയോ കഴിക്കുക എന്ന് പറഞ്ഞാൽ കെവിൻ കഴിക്കും. ഞാൻ കഴിക്കില്ല. ഞാനത് അങ്ങനെ തമ്മിൽ പ്രണയവും അല്ല, അത് രണ്ടുപേർ ചേർന്ന് നിൽക്കുന്ന, അതായത് സ്നേഹവും പ്രായോഗിക സ്നേഹത്തിന്റെ പുറത്ത് ഇവർ പരസ്പര സമ്മതത്തോടെ ഇത് കഴിച്ചു. അല്ല, ഇനി ഞാൻ പറയട്ടെ, രാഹുൽ ഇന്നിന്റെ കാലത്തെ ലോകത്ത് ജീവിക്കുന്ന ഒരാളാണല്ലോ. ഇന്നിന്റെ കാലത്തെ ലോകത്തെ, ഇന്നത്തെ കാലത്ത് ഇവിടെ നമുക്ക് ചുറ്റും എന്താ നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ലിവിങ് ടുഗദറിന്റെയും ഒഴിവാക്കലുകളുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഉഭയസമ്മതത്തോടെയുള്ള ലൈംഗിക വീഴ്ച നിയമപരമായി അനുവദിച്ചിട്ടുള്ള ഒരു നാട്ടിൽ ഇരുന്നുകൊണ്ടാണ് നമ്മളിത് പറയുന്നതെന്ന് ഓർക്കണം. ധാർമ്മികത ചോദ്യം ചെയ്യുന്ന ഇവിടുത്തെ CPM-കാര് രാഹുൽ ചെയ്തത് തെറ്റാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, CPM-കാര് നിങ്ങളുടെ പഴയ നേതാക്കൾ ചരിത്രങ്ങളൊക്കെ അതിന് PP ദിവ്യയുമായി ബന്ധപ്പെട്ട് ചർച്ച എടുത്തപ്പോൾ നമ്മളും പറഞ്ഞു, റീൽ ഇറക്കുമ്പോൾ കടകംപള്ളിയെ പറ്റിയും PK ശശിയെ പറ്റിയും മൺമറഞ്ഞു പോയ നേതാക്കന്മാർ എല്ലാ പാർട്ടിയിലും ഒരു പാർട്ടിയുടെ എല്ലാ പാർട്ടിയും എടുത്ത് പരിശോധിക്കും. നല്ല ചരിത്രമുള്ള പുസ്തകങ്ങൾ വായിച്ചെടുക്കുക. അതെ, ആ പുസ്തകങ്ങൾ ഏതാണെന്നുള്ളത് ഇതൊക്കെ കെട്ടടങ്ങിയിട്ട് നമുക്ക് പുസ്തക വിചാരണയിലൂടെ ആളുകളിലേക്ക്. അല്ല, ഞാൻ എനിക്ക് അതിനെപ്പോഴും ഒരു സംശയം, നമുക്ക് ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ UDF-ന്റെ സൈബർ ടീം ഇപ്പോ ഇത്തരത്തിൽ അതിജീവിത അയക്കുന്ന പെൺകുട്ടിക്ക് നേരെ അയച്ചുവിടുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ആക്രമണം, അത് ചെറുക്കപ്പെടേണ്ടതല്ലേ? എനിക്കറിയില്ല, ഒരു അഭിപ്രായം പറയാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് രണ്ടുപേര് ചേർത്ത് ചെയ്തൊരു തെറ്റെന്നാണ്. അല്ല, ആരായാലും നോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തെ ആയാലും ഞാൻ ഒരു കാര്യം പറയും, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് സോഷ്യലി ഓഡിറ്റ് ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു നിയമപരമായിട്ട് അത് നിർത്തേണ്ടത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യലി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട ഒരാളാണ്. ഈ രാഹുലിന്റെ ശരീരത്തിലും ഓടുന്നത് രക്തമാണ്. രാഹുലിന്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് മജ്ജയും മാംസവും കൊണ്ടാണ്. ആ പെൺകുട്ടിയുടേത് അങ്ങനെ തന്നെയാണ്. മനോവികാരങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. ഒരു പക്ഷെ ഇന്നിന്റെ കാലത്ത് പെണ്ണുങ്ങളെക്കാൾ മോശം മാനസികാവസ്ഥയിലുള്ള ട്രോമ ഒന്നും സഹിക്കാൻ പറ്റാത്ത കാലത്തിലൂടെയാണ് ആണുങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്ത് കൃത്യമായ ഉത്തരവൊന്നും പറയാം. ഞാൻ ആളല്ല, ഞാൻ പറയില്ല. രണ്ടുപേരും അത് അനുഭവിക്കാൻ യോഗ്യരാണെന്ന് പറയും.